ട്വൻറ്റീസിലുള്ള ആൾക്കാർ മെയിൻലി കോമൺ ആയിട്ട് വരുന്ന 10 ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ്. ഒന്നാമത്തെ കാര്യം, സ്പെൻഡിങ് മോർ ദാൻ യു ഏൺ. അത് നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. നമുക്കൊരു മന്ത്ലി ഒരു 25,000 ആണ് നമ്മളെ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പ്ലിറ്റിങ്ങോ കാര്യങ്ങളോ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു സേവിങ്സോ മാറ്റി വെക്കാതെ നമ്മളെ ഇൻകം അല്ലെങ്കിൽ ഏർണിങ്സിനേക്കാൾ കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് നമ്മുടെ ലൈഫിലുള്ളത്. അത് എന്തായാലും എടുത്ത് മാറ്റിക്കാനുള്ള. എപ്പോഴും നിങ്ങൾക്ക് ഒരു ഇൻകം വരുന്ന സമയത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇത്ര പെർസെൻറ്റേജ് റെൻറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ നിർബന്ധമായിട്ട് നമ്മളെ നീഡിലേക്ക് പോകും, ഇത്ര പെർസെൻറ്റേജ് നമ്മളെ വോണ്ടിലേക്ക് പോകും, ഇത്ര പെർസെൻറ്റേജ് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഇൻകത്തിന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാത്തതാണ്. അതായത് നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളെ ജോബ് പെട്ടെന്ന് പോവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഫാമിലിയിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം. അത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന എമൗണ്ട് എല്ലാം എമർജൻസി ഫണ്ടിൽ കീപ്പ് ചെയ്യാത്തൊരു സ്വഭാവമുണ്ട്. അങ്ങനെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ആ സ്വഭാവം എന്താക്കിയോ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോ. മൂന്നാമത്തെ കാര്യം, യൂസിങ് ക്രെഡിറ്റ് കാർഡ് വിത്തൗട്ട് നോയിങ് ദം. ക്രെഡിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബിൽ സൈക്കിൾ എന്താണ്, ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, ഇതൊന്നും അറിയാണ്ടാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആകെ അറിയുന്നത് ബാങ്ക് കുറച്ച് പൈസ വരും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പൈസ, അതായത് കാർഡ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇത് മാത്രം അറിഞ്ഞിട്ടാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ആ സാധനം നമ്മൾ തൊടാൻ പോലും പാടില്ല. തൊട്ടാൽ പൊള്ളുന്നുള്ളത് ഉറപ്പാണ്. കാരണം ക്രെഡിറ്റ് കാർഡിനെ പറ്റി അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് നിങ്ങളെ സിബിൽ സ്കോർ നശിപ്പിക്കാൻ ചാൻസ് കൂടുതലാണ്, നിങ്ങളെ വെൽത്ത് നശിപ്പിക്കാൻ ചാൻസ് കൂടുതലാണ്, നിങ്ങളെ കടക്കാരനാക്കുക എന്നുള്ളത് 100%, 90-99 എന്ന് പറയില്ല, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അറിയാണ്ട് ക്രെഡിറ്റ് കാർഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ നിൽക്കരുത്. നാലാമത്തെ കാര്യം, നോട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി. അതായത് നമുക്ക് ഏർലി സ്റ്റേജ്, നിങ്ങൾ ഒരു 20s ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എനിക്ക് ഇൻകം വളരെ കുറവാണ്, എൻ്റെ നീഡ് തന്നെ നടന്നു പോകുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിയതെന്ന് തോന്നും. പക്ഷേ ഞാൻ ഈ 20s നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴേ അതൊരു 100 രൂപ ആയാലും അല്ലെങ്കിൽ ഒരു 500 രൂപ നിങ്ങളൊരു മാസം മാറ്റി വെക്കുകയാണെങ്കിൽ പോലും, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും, അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, ടേക്കിംഗ് ലോൺസ് ഫോർ അൺനെസസറി തിങ്സ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോണുകൾ എടുക്കാം. ചിലപ്പം നമുക്കൊരു 10,000 രൂപ ഒരു എമർജൻസി അല്ലെങ്കിൽ 10,000 രൂപ ആവശ്യം വരുമ്പോഴത്തേക്ക് ഒരു പേഴ്സണൽ ലോൺ എടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ലോൺ കൊടുക്കുന്നത്. അങ്ങനത്തെ ആപ്പിൽ കയറിയിട്ടൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഇയർലി നമുക്ക് ഒരു 20-30% ആണ് ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ലോണുകൾ കാര്യങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിലേക്ക് പോകാണ്ടിരിക്കുക. ആറാമത്തെ കാര്യം, നോട്ട് ലേണിംഗ് അബൌട്ട് ടാക്സസ്. അതായത് ബേസിക് ആയിട്ടുള്ള ടാക്സിനെ പറ്റിയിട്ട് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ഇൻകത്തിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ലാബുകൾ എന്താണ് GST, ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടാക്സിനെ പറ്റി അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ഹെൽത്ത് ഇൻഷുറൻസിനെ ഇഗ്നോർ ചെയ്യുന്നത്. അതായത് ഒരു 10,000 രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇയർലി ആണ് കേട്ടോ പറയുന്നത്, ഇയർലി ഒരു 10,000 മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ പ്രീമിയം വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ആക്സിഡൻറ്റ് നമുക്ക് പറ്റി കഴിഞ്ഞാൽ ഒരു 6,00,000 രൂപ ചിലവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയിട്ട് എടുക്കാം? ഒരു 7 ലക്ഷം രൂപ 20s നിങ്ങൾ എവിടെ പോയിട്ട് എടുക്കാം? കഴിയില്ല. ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഷുറൻസ് നമുക്ക് ലൈഫിൽ നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂർഡ് ആണ്, നമുക്കൊരു ധൈര്യം വരും. ഓക്കെ, എനിക്ക് ഇത്ര രൂപ എന്തെങ്കിലും ചികിത്സ വന്നതിൽ ട്രീറ്റ് ചെയ്യാൻ എന്നുണ്ട്, ഇത് മാറ്റി വെച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെക്കൊണ്ട് എപ്പോഴും എന്ത് പറഞ്ഞത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. പിന്നെ എട്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു ഒറ്റ സോഴ്സ് ഓഫ് ഇൻകത്തിൽ മാത്രം നിന്ന് പോകുന്നത്. അതായത് ഒരൊറ്റ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം കട്ടായി പോകാൻ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചത്. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി അൺസ്റ്റേബിൾ ആവും, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോകുന്ന സിറ്റുവേഷനിലേക്ക് പോയി പോകും. കാരണം അത്രയും കാലം നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്ന ചിലവുകൾ ഇതൊക്കെ നിങ്ങൾ എവിടെ എടുത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിനെക്കൊണ്ട് എപ്പോഴും പറഞ്ഞത് ഒരു എക്സ്ട്രാ ഇൻകം കൂടി, അതായത് നിങ്ങൾക്ക് അറിയുന്ന ഒരു സ്കില്ല് വെച്ചിട്ട് ഫ്രീലാൻസ് ചെയ്യാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം പറ്റുമെങ്കിൽ 2, 3, 4 എത്രത്തോളം നിങ്ങൾക്ക് ഇൻകം സോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇൻകം സോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 9ാമത്തെ കാര്യമാണ്, നിങ്ങളെ എക്സ്പെൻസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്.
അതായത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നിങ്ങൾ എക്സ്പെൻസ് ട്രാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഡെയിലി നിങ്ങൾ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് വരുന്നത് അത് കറക്റ്റായിട്ട് എന്താ അടിച്ച് വെക്കുക. അത് മന്ത്ലി നമുക്ക് അതിന് റിപ്പോർട്ട് കിട്ടും. നമ്മൾ ഫുഡിന് വേണ്ടി എത്ര ചിലവാക്കി, ഫ്യൂവലിന് വേണ്ടി എത്ര ചിലവാക്കി, അല്ലാണ്ട് പുറത്ത് കറങ്ങാൻ പോയി എത്ര ചിലവാക്കി, നമ്മൾ ഗേൾ ഫ്രണ്ടിന് പോകുമ്പോൾ ചിലവാക്കി, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ മാസം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൽ അനാവശ്യം ഇത്രയും ചിലവാക്കി, ഞാൻ ഇതിൽ ആവശ്യമില്ലാതെ കുറേ ചിലവാക്കി, ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഈ ഒരു എക്സ്പെൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്താക്കാൻ പറ്റും, ശ്രദ്ധിക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റത്തെ കാര്യമാണ് ഫോമോ സ്പെൻഡിങ്. അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവോ അല്ലെങ്കിൽ അത് പൊയ്പോ എന്നുള്ള പേരിന് മുകളിൽ നമ്മൾ എന്താക്കും സ്പെൻഡ് ചെയ്യും. അതായത് ചിലപ്പോൾ ഒരു കോൺസെർട്ട് വരാമെന്ന് നോക്കിയോ, ഒരു കോൺസെർട്ട് വരാമെന്ന് ചിലപ്പോൾ അതിന് 10,000 രൂപ ടിക്കറ്റ് ഇല്ല 5,000 രൂപ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ടിക്കറ്റ് ഇപ്പോൾ തീരും അതിൻ്റെ ടൈമിങ് കാണുന്ന സമയത്ത് നമ്മളടുത്ത് ഇല്ലാത്ത പൈസ നമ്മൾ ടിക്കറ്റ് എടുത്താവും. അത് തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ടിക്കറ്റ് എടുത്താവും. അല്ലെങ്കിൽ അങ്ങനത്തെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ് കോൺസെർട്ടിനൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ട്രിപ്പിന് പാർട്ടീസിനൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് ഫണ്ട് ഇല്ലാത്ത ഫണ്ടൊക്കെ ഒപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ലോൺ എടുത്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ അതെടുത്ത് മാറ്റിക്കോ. മിസ്സായി പോകുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിലേക്കുള്ള ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോമോ കോൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോമോ സ്പെൻഡിങ് വെച്ച് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതും എടുത്തൊന്ന് മാറ്റിക്കുക. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ ചാൻസ് ഉള്ള, ഏറ്റവും നിങ്ങളുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫൈനാൻഷ്യൽ മിസ്റ്റേക്സ് ആണ്. ഇത് നിങ്ങൾ എന്താക്കുക, എപ്പോഴും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഫൈനാൻഷ്യലി സ്മാർട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ, നിങ്ങൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ കുറവ് എന്താക്കുക, സ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങൾ ഇൻകത്തിന് 20% അറ്റ്ലീസ്റ്റ് എന്താക്കുക നിങ്ങൾ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തത്, അൺനെസസറി ആയിട്ടുള്ള ലോൺസോ ക്രെഡിറ്റ് കാർഡ്സോ എന്താക്കുക എടുക്കാതിരിക്കുക. നാലാമത്തത്, ഇൻഷുറൻസിനും ടാക്സസിനും പറ്റിയിട്ട് കറക്റ്റ് മനസ്സിലാക്കുക. അഞ്ചാമത്തത്, മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം എന്താക്കുക കറക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്താക്കേണ്ടത് നിങ്ങളെ 20s നിങ്ങൾ ഫൈനാൻഷ്യലി ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതൊക്കെ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് താഴത്ത് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാത്തവരെ ബൈ.